ഇതവിടെ മീൻ വളർത്തുന്ന ഒരു കുളമാണ്. മീൻ വളർത്തുന്ന കുളത്തിൽ തന്നെ നമുക്ക് കയറി നടന്നു പോകാനും കാണാനും വള്ളത്തിൽ യാത്ര ചെയ്യാനൊക്കെയുള്ളൊരു ചെറിയ സംവിധാനം കൂടിയുണ്ട്. അപ്പം അവിടുത്തെ ഒരു ചേട്ടൻ നമ്മളെ വള്ളത്തെ കയറ്റിയിട്ട് പുഴയൊക്കെ കൊണ്ടുപോകാൻ, പുഴയല്ല ഈ കുളത്തിനാകും വഴി ഒന്ന് ചുറ്റി കറങ്ങാനായിട്ട് കയറ്റിയിരിക്കുകയാണ്. കാണാൻ അതുപോലെ തന്നെ അതിന് സെൻറ്ററിലേക്ക് നടന്നു വരാനായിട്ട് നമുക്കൊരു ഇരുമ്പ് കൊണ്ട് ഒരു പാത്ത് വേ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ കൂടെ നടന്ന് നമുക്ക് നേരെ കയറി വരാം. കയറി വന്നു കഴിഞ്ഞാൽ ഈ കുളത്തിന് നടുക്കാണ് അതുണ്ടാകുക. കുളത്തിന് 4 സൈഡും നമുക്ക് കാണുകയും ചെയ്യാം. ആ ദേവസ്വനായിട്ട് നമ്മുടെ കുഞ്ഞിക്കണ്ണനാണ് വരുന്നത്. ദിവസം കണ്ടോ ദിവസേ ഇതേ ആൾക്കാർക്ക് മീൻ തീറ്റ കൊടുക്കുക. ചേച്ചിമാരവിടെ പോയി നിൽപ്പുണ്ട് കേട്ടോ. കുഞ്ഞിക്കിളി നിൽപ്പുണ്ട്. അത് കണ്ടോ മീൻ ആഗോലി മീനാണ് ഈ മറിയുന്നത്. എല്ലാം 8-10 കിലോ ഉള്ള വലിയ മീനാണ് കേട്ടോ. ഇഷ്ടം പോലെ മീനിനകത്ത് കിടപ്പുണ്ട്. ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ തീറ്റ ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയാണ് തീറ്റ ഇടുന്നതുകൊണ്ടാണ് ഇത് മീനെല്ലാം ഇവിടെ വന്ന് നിൽക്കുന്നത്. ഇത് ശുദ്ധജല ആണല്ലോ ഈ വെള്ളം, കായൽ വെള്ളം അല്ല, ശുദ്ധജലത്തിൽ ഉപ്പില്ലാത്ത വെള്ളം, അതിൽ വളരുന്ന മീനാണ് കേട്ടോ. ദിവസം മീനെ കണ്ടോ ദിവസേ? ചേച്ചിമാരും കൂടെ ഉണ്ടല്ലോ. ദിവസമാണല്ലോ ചേച്ചിമാർക്ക് മീനെ കാണിച്ചു കൊടുക്കുക. ചേച്ചിമാരൊക്കെ മീൻ കണ്ടോളാൻ പറഞ്ഞിട്ടുണ്ട്. വേണ്ട ചേച്ചിമാർ മുകളിലേക്ക് കയറിപ്പോൾ കുഞ്ഞിക്കിളിയും സ്വീകാർത്തിയും കൂടി മുകളിലൊരു വാച്ച് ടവർ പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് കാണാൻ കയറി പോയിരിക്കുക. എന്തേരം മീനാ കിടന്ന് പിടയ്ക്കുന്ന നോക്കി. ഇഷ്ടംപോലെ മീൻ ആൾക്കാരെല്ലാം കൊണ്ട് തീറ്റ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ മരങ്ങളെല്ലാം ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് ചീവീടിൻ്റെ സൗണ്ട് കാരണം നമുക്ക് അത്ര ബുദ്ധിമുട്ടാണ്. ചീവീട് വേണ്ടേ ദിവസം വള്ളത്തെ പോണ് കണ്ടോ. ആ ചേട്ടൻ വള്ളം തുഴഞ്ഞുകൊണ്ട് പോവാണ്. സൂര്യാമ്മയുണ്ട്, ദേവസിൻ്റെ അമ്മയുണ്ട്, പിന്നെ അച്ഛമ്മയുണ്ട്. കുഞ്ഞിക്കണ്ണ ദിവസം താഴോട്ട് വീഴല്ലേ കേട്ടോ. അവൻ എത്തിയൊക്കെ വലിയും കേട്ടോ. പിടിച്ചോണം, വട്ടം പിടിച്ചോണം കേട്ടോ. അവൻ മീനെ കണ്ടിട്ടങ്ങ് ചാടാൻ നോക്കും. വട്ടം പിടിച്ചോണം. അവൻ ഇടയ്ക്കൂടെ കാല് കയറ്റാൻ നോക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് വീഡിയോ ഇതായിപ്പോയി, മങ്ങിപ്പോയി. ദിവസം തീറ്റ ഇട്ട് കൊടുക്കുകയാണോ? ദിവസം തീറ്റ ഇട്ട് കൊടുക്കുകയാണ്. കണ്ടോ മീൻ തീറ്റ കൊടുക്കാം. ദിവസം ചേട്ടൻ കൊണ്ട് ദിവസം തീറ്റ കൊടുത്ത് വെള്ളത്തിലേക്ക് ഇടാൻ പോവാ ദിവസം. കണ്ടോ ചേച്ചി വന്നു. ചേച്ചി കൊണ്ട് തീറ്റ ഇട്ട് കൊടുക്കുന്നുണ്ട്. കണ്ടോ ചേച്ചി കുഞ്ഞുങ്ങളെയും കൂടി ഇങ്ങനെ കറങ്ങി അടിച്ച് നടക്കുകയാണ്. ഞങ്ങളെ ദിവസം നോക്കുന്നൊന്നുമില്ലല്ലേ. കണ്ടോ വള്ളത്തെ പോയൊരക്കരെ ചെല്ലാറായി. ദിവസം വരെ കണ്ട് കേട്ടാ. കണ്ട സന്തോഷമാണ്. വള്ളത്തെ പോകുന്നവരെ കണ്ട സന്തോഷമാണ്. നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ കാണാനും പോയിരിക്കാനൊക്കെ ഒരു സന്തോഷമുള്ളൊരു സ്ഥലമാണ്. വേറെ ആൾക്കാരും പെഡൽ ബോട്ടുണ്ട്. പെഡൽ ബോട്ടിൽ ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അവരും പെഡൽ ബോട്ടുകളായിട്ട് ഇങ്ങനെ കറങ്ങി കാലിക്കൂടെ ഉണ്ട്. ഞങ്ങൾ കുറച്ച് താമസിച്ച് ചെന്നത്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ പെഡൽ ബോട്ടിലൊന്നും കയറാൻ സമയം കിട്ടിയില്ല. കൊട്ടവഞ്ചിയെ കയറാൻ സമയം കിട്ടിയില്ല, പെഡൽ ബോട്ടെ കയറാൻ സമയം കിട്ടിയില്ല. 5 മണിയാകുമ്പോൾ അവരോട് ക്ലോസ് ചെയ്യും. അതുകൊണ്ട് പിന്നെ അധികമൊന്നും കണ്ടില്ല. എല്ലാം കണ്ട ഭാഗങ്ങളൊക്കെ വീഡിയോ പിടിച്ചു. ഉണ്ട്
വള്ളത്തേൽ കയറാൻ വേറെ ആൾക്കാർ വന്നിട്ടുണ്ട്. ഒരു ടീം ഇറങ്ങിയപ്പോൾ അടുത്ത ടീം കയറുവാണ്. ഉണ്ടാ ഒരു ഫാമിലി, 2 ഫാമിലിയാണ്. നമ്മളവിടെ നിന്നെല്ലാം കഴിഞ്ഞ് വീണ്ടും മരങ്ങൾ കാണാനായിട്ടുള്ള ഭാഗത്തേക്ക് വന്നു. എല്ലാം മരങ്ങൾ ഇഷ്ടംപോലെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. കറങ്ങി നടക്കാൻ പറ്റിയ നല്ല ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്. പിന്നെ അതുകൊണ്ട് ഒരു മഴവെള്ള സംഭരണിയാണ് കേട്ടോ. മഴവെള്ളം സംഭരിച്ച് വെച്ച് ഇത് പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ കുഞ്ഞിക്കിളിയൊക്കെ ചാടി ഇറങ്ങി വരുന്നത്. കുഞ്ഞിക്കിളി ഊഞ്ഞാലിടാൻ പോകുന്നത്. കുഞ്ഞിക്കിളി അല്ല, കുഞ്ഞിക്കണ്ണം കയറ്റി എടുത്തിക്കുക കുഞ്ഞിക്കിളീനെ. വീടല്ലേ കേട്ടോ, നോക്കണം മോളെ. ആണ്ടേ ഇപ്പോൾ അവിടെ നിന്ന് ഇറങ്ങുന്നവരും കൂടി ഊഞ്ഞാലിടാൻ വന്നു. തീയാർത്തി ഇറങ്ങി താഴെ എത്തി. ഇതാ കുഞ്ഞിക്കിളി ഇതായിട്ട് വരുന്നുണ്ട്. തീയാർത്തിയും ആണ്ടാണ്ട ദാമിക്കുട്ടി കയറാൻ പോവാണ് കേട്ടോ. ഇവർ 2 പേരും ആ കൊച്ചിനെ കയറ്റാതെ ഇവർ ആദ്യം മുകളിൽ കയറിയിരിക്കുകയാണ്. പിന്നെ ചേട്ടാച്ചൻ വന്ന് ദാമിക്കുട്ടിയെ കയറ്റി വിടുന്നുണ്ട്. പാവൻ ചേട്ടാച്ചൻ. അവിടെ ഇതവിടെ ഒരു ബുദ്ധൻ്റെ ഒരു സ്റ്റാച്ചു വരെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കാണാൻ നല്ല രസമാണ്. ഒരു ചെറിയ ഹാളുണ്ട്, ഹാളിലാണ്. എങ്ങോട്ട് നോക്കിയാലും പച്ചപ്പും നല്ല ചെടികളും മാത്രമേ ഉള്ളൂ കേട്ടോ. അതിനകത്തൊരു ATM ഇതുണ്ട്. എന്താ വണ്ടി സൈക്കിൾ വാടകയ്ക്കുണ്ട് അവിടെ. വാടകയില്ല, ഫ്രീ ആണ്. അതെടുത്ത് നമ്മുടെ എല്ലാം വേണമെങ്കിൽ സൈക്കിളെ കറങ്ങാം. കുട്ടികളായിട്ട് ഒരു ദിവസം കൂടി നിന്ന് പോകണം. രാവിലെ കൊണ്ടാക്കണം. അവർക്ക് വൈകുന്നേരം വരെ എന്തായാലും അവിടെ എൻജോയ് ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട്. എന്നാൽ വലിയ അപകടമുള്ള നമ്മൾ പേടിക്കേണ്ട സാധനങ്ങളൊന്നുമില്ല. ഒരു ദിവസം കൂടി ഇവരെ ഒന്ന് കൊണ്ടുപോകണം. അതുകൊണ്ട് ഇതൊരു ബൈബിളാണ് കേട്ടോ. സിമെൻറ്റ് കൊണ്ടൊരു ബൈബിൾ പോലെ ഉണ്ടാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് ആ ബൈബിളിലെ വാക്യങ്ങളെല്ലാം അതിനകത്ത് കൃത്യമായിട്ട് എഴുതിയിട്ടുമുണ്ട്. എങ്ങോട്ട് തിരിഞ്ഞാലും ചെടിയും മരങ്ങളും ഉള്ളൂ കേട്ടോ. നമ്മൾ നടപ്പാത മാത്രമാണ് ഒരു ഇൻ്റർലോക്ക് ഇട്ടിരിക്കുന്നത്. നടന്നു പോകുന്ന ഭാഗം മാത്രം സൈക്കിൾ ഓടിക്കാനും ഒക്കെ ആയിട്ടുള്ളൊരു പാത്ത് വേ പോലെ ഉണ്ട്. അത് മാത്രം ബൈബിളിലെ വാക്യങ്ങളാണ് എഴുതിയിരിക്കുന്നത്. ഒരു പ്ലാവ് നിൽപ്പുണ്ട്. അതുകൊണ്ട് 22 ചക്കയുണ്ട്. ഞങ്ങൾ എണ്ണിയായിരുന്നു. 22 ചക്ക. അത് ഈ ചക്കയൊക്കെ നിലത്താണ് ഇരിക്കുന്നത്, മണ്ണിലിരിക്കുന്നത്. പിന്നെ മുകളിൽ കുറച്ച് കിടപ്പുണ്ട് കേട്ടോ. സ്വീകാർത്തിയ എണ്ണി, കുഞ്ഞിക്കിളി എണ്ണി. ഇവർ 2 പേരുമാണ്. അവരിങ്ങനെ നടക്കുവാണ് ഓരോ കാര്യങ്ങളും നോക്കി. നമ്മളവരുടെ പുറകെ നടന്ന് മടുത്ത്. ഇത് വേറെ ഗസ്റ്റ് വന്നിരിക്കുന്നതാണ് കേട്ടോ. പിന്നെ അകത്ത് വേറെ ഊഞ്ഞാലാടാനുള്ളതും അങ്ങനെ കളിക്കാനുള്ളതൊക്കെ വേറെ ഉണ്ട് കേട്ടോ. നമ്മളവിടെയൊന്നും കയറിയില്ല, അതുകൊണ്ടാണ് അതിൻ്റെ വീഡിയോ എടുക്കാത്തത്. ഇതൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഇരുമ്പുകൊണ്ടുള്ളൊരു വലിയ ഊഞ്ഞാലാണ്. അങ്ങനെ ഓരോ നാട്ടിൻപുറത്ത് എന്തൊക്കെയുണ്ടോ അതെല്ലാം ഉണ്ട് അവിടെ. അവരവിടെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഒരു കള്ള് ഷാപ്പിൻ്റെ മോഡൽ ഉണ്ടാക്കിയിരിക്കുകയാണ്. എങ്ങനെയാണ് ഒരു കള്ള് ഷാപ്പ് എന്നുള്ളത് ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാം. പക്ഷേ കള്ളൊന്നും കിട്ടത്തില്ല. ആ ഷാപ്പിൻ്റെ രൂപം പിള്ളേർക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവരിത് അങ്ങോട്ട് ഓടിപ്പോണത് ഓട്ടോ ഫുൾ ടൈം. എത്ര നേരം ഇവരുടെ പുറകെ ഓടിയാൽ നമ്മളെത്തത്തില്ല. അടുത്ത സ്ഥലത്തോട്ട് കണ്ടാൽ പോവാണ്. കണ്ടോ, ഹാപ്പി ആയിട്ട് എക്സസൈസും ആകും, കറങ്ങുകയും ചെയ്യാം. അതിനകത്ത് കാണാൻ വന്ന ആൾക്കാരാണ്. അവർ സൈക്കിളൊക്കെ എടുത്ത് എല്ലാ സ്ഥലത്തോടെ ഇങ്ങനെ കറങ്ങി അടിച്ച് നടക്കുവാണ്. ആണ്ടേ അടുത്ത ഊഞ്ഞാലാടാനായിട്ട് ഇതൊക്കെ ഒരു വലിയ മരത്തെ കെട്ടിയിരിക്കുകയാണ് കേട്ടോ. ഇതൊക്കെ പണ്ട് നമ്മൾ ചെറുപ്പത്തിൽ ഓണം വരുമ്പം വീട്ടുകാർ ഒരു 10-15 ദിവസത്തിന് കെട്ടിത്തരുന്നൊരു സംഭവമായത്. അത് കഴിയുമ്പോൾ അഴിച്ചു വെക്കും, താഴെ വീഴും കൈ ഒടിക്കുമെന്നും പറഞ്ഞിട്ട്. ഇതിവിടെ പെർമനൻ്റായിട്ട് കെട്ടിയിട്ടിരിക്കുക. ഒരു വലിയ മാവിൻ്റെ മുകളിലാണ്. കുഞ്ഞിക്കിളിയും
സ്വീകാർത്ഥ്യം രണ്ടും കൂടി ആടുകയാണ്. നമുക്ക് ഇത് അത്ര ചെറുപ്പത്തിൽ നമ്മളെ ചെറുപ്രായത്തിൽ ഏറ്റവും വലിയ ആഗ്രഹമുള്ളൊരു കാര്യമായിരുന്നു ഈ ഊഞ്ഞാലാടുക എന്നുള്ളതല്ലേ. അതിനൊക്കെ കൂട്ടുകാരുമായിട്ട് ഇങ്ങനെ പോയിട്ട് വീട്ടിൽ നിന്നൊക്കെ പോയി ആടാനിങ്ങനെ പോയിട്ട് ഊഴം കാത്ത് നിന്നിട്ടൊന്നും ആടും. അന്നത്തെ വലിയ ഓണ സമയത്തൊക്കെ നമ്മുടെ ഏറ്റവും വലിയ ആഘോഷത്തിൽപ്പെട്ട ഒന്നാണ് ഊഞ്ഞാലാട്ടം. ചിലർക്ക് താഴെ വീണ് കൈയടിയും കാലടിയും അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ട്. എന്നാലും നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്ന ചെറുപ്പത്തിലെ ഒരു വലിയ സംഭവമായിരുന്നു ഊഞ്ഞാലാട്ടം. താമിക്കുട്ടി മെല്ലെ വരുന്നുണ്ട്, ഒന്ന് ഊഞ്ഞാലാടാനായിട്ട്. ഒരു കയറ്റുമോ ഒരു വുഡ് ഹൗസൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. താമിക്കുട്ടീനെ ഒന്ന് കയറ്റാനായിട്ട് ആരെങ്കിലും ഒന്ന് സഹായിച്ചിട്ടൊന്ന് കയറ്റിക്കേ. താമിക്കുട്ടിയുടെ ഒരു ബാഗൊക്കെ ഉണ്ട് പുറത്ത്. വേണ്ട, അച്ഛമ്മ താമിക്കുട്ടി പിടിച്ച് മാറ്റാൻ പോലെ ഇവർ വന്ന് ഊഞ്ഞാലാടി വന്ന് ചിലപ്പോൾ കൊണ്ടിട്ട് താഴോട്ട് വീഴണ്ട. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ ഒരു വ്യൂ പോയിൻ്റ് പോലെ കാണാൻ പറ്റുന്നൊരു സ്ഥലമുണ്ട് കേട്ടോ. ഞങ്ങൾ അവിടെയോട്ടൊന്ന് വന്നു ഊഞ്ഞാലാട്ടം കഴിഞ്ഞിട്ട്. പാടം ഇങ്ങനെ കാണാൻ പറ്റും നമുക്ക്. മൊത്തം പാടവും ഇതിൻ്റെ മുകളിൽ കയറുന്ന കാണാം. 8-10 സ്റ്റെപ്പേ ഉള്ളൂ അതിൻ്റെ മുകളിൽ കയറി ഇരിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് അവിടെ. നമ്മളവിടെ കയറി നിന്ന് കഴിഞ്ഞാൽ നമുക്കതെല്ലാം കാണാം. ഉണ്ടോ, ഇതെവിടെ ഇരിക്കുന്നത് ഉണ്ടേ. എല്ലാവരും കയറി വരുന്നുണ്ട്. ഹയേഷ് ബ്രോ പാടാക്കണ്ടിട്ട് ഇറങ്ങി പോവാണ് കേട്ടോ. നല്ല ആണ്ടേ, നല്ല കാറ്റും ഉണ്ട് കേട്ടോ അവിടെ നിന്ന് കഴിഞ്ഞാൽ. നല്ല അച്ചമ്മ കയറി വരുന്നുണ്ട് എൻ്റെ മുകളിലേക്ക്. താമിക്കുട്ടി കയറി, കുഞ്ഞിക്കിളി കയറി, സ്വീകാർത്ഥ്യ കയറി, എല്ലാവരും കയറി. ഇവരുടെ പാർക്കിനകത്തേക്കും വ്യൂ ഉണ്ട് കേട്ടോ. അത് കയറി നിന്ന് കഴിഞ്ഞാൽ കണ്ടോ, ആൾക്കാർ സൈക്കിളാണ് പോകുന്നു. 4 വീലുള്ള സൈക്കിളാണ്. താമക്കുട്ടിയൊക്കെ നല്ല അസലായിട്ട് ചാരി ഇരുന്നിട്ട് കാറ്റ് കൊള്ളുക. സ്വീകാർത്ഥ്യം കുഞ്ഞുകിളിയുണ്ട്. രണ്ടുപേരും മടുത്ത് കേട്ടോ, ഓടി എല്ലാം വന്നിട്ട് മടുത്ത് കയറി ഇരിക്കുകയാണ്. അതുകൊണ്ട് കൈ കൊണ്ടൊക്കെ കാണിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. ഉണ്ടോ, പാടത്തേക്കുള്ള വ്യൂ ആണ് കേട്ടോ. നിന്ന് കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയാണ്. താഴോട്ട് നമ്മൾ ഇറങ്ങി വന്നു. ഇവിടെ ഒരു കൊട്ടവഞ്ചിയുള്ള ഒരു ഏരിയ ഉണ്ട് കേട്ടോ. കൊട്ടവഞ്ചിയിൽ കയറിയിട്ട് അതിനകത്തൂടെ ഒന്ന് കറങ്ങി അടിക്കാം നമുക്ക്. അതിനുള്ള സൗകര്യമുണ്ട്. അതിനകത്തും വലിയ മീനെ കിടപ്പുണ്ട് കേട്ടോ. ഒരു ടൈം കൊട്ടവഞ്ചിയിലുണ്ട്. അതൊന്നും വലിയ ആഴമില്ല, അതുകൊണ്ട് മറയുമെന്ന് പേടിക്കേണ്ട. നമുക്ക് സന്തോഷമായിട്ട് ഹാപ്പിയായിട്ട് ധൈര്യമായിട്ട് ഇതൊക്കെ കയറി കറങ്ങി അടിച്ച് നടക്കാം. വേറെ വലിയ പുഴയിലൊക്കെ ഞങ്ങൾ പണ്ട് കൊട്ടവഞ്ചിയെ കയറാൻ പോയിട്ടുള്ളതാണ്. അതൊക്കെ വലിയ ആഴമുള്ള സ്ഥലത്തൊക്കെയാണ്. അതൊക്കെ അന്നൊക്കെ നമ്മൾ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് പേടിയോടെ ഇരുന്നുണ്ടാണ് കറങ്ങിയത്. ഇതിപ്പോൾ വെള്ളം ഇതിനകത്ത് തന്നെ ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ധൈര്യമായിട്ട് കയറാം, കുട്ടികളൊക്കെ ധൈര്യമായിട്ട് കയറ്റി വിടാം. ആ വെള്ളത്തിനോട് ചേർന്ന് കോട്ടേജുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കോട്ടേജുകളൊക്കെയാണ് ഈ കാണുന്നത്. ആ വലിയ മീൻ കിടപ്പുണ്ട് കേട്ടോ, സൂക്ഷിച്ച് നോക്കിയാൽ കാണാം. ഇതാ പെഡൽ ബോട്ടിൻ്റെ അങ്ങോട്ട് പോകുന്ന സ്ഥലമാണ് കേട്ടോ. ദിവസം വീട്ടിൽ കേട്ടോ. ദിവസമെല്ലാം നടക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. അവിടെ ട്രെയിൻ വരുന്നുണ്ട്. ഇതിനകത്തോടെ കുട്ടികളെ വലിയവർക്കൊക്കെ കയറാവുന്നൊരു ട്രെയിനാണ്. അതിങ്ങനെ ഇതിനകം വഴി ഓടുന്നുണ്ട്. അതും നമുക്കൊന്ന് കയറി കറങ്ങി അടിച്ചൊക്കെ വരാം. അതൊരു ഹാപ്പി ആയിട്ടുള്ളൊരു യാത്രാനുഭവമാണ്. പാർക്കിനാമഴി മുഴുവൻ ഓടും. വരാന്ത ധാരാളമുണ്ട്. വരാന്തയല്ല, നടപ്പാത.
ഇതെല്ലാം ഈ വളർപ്പാത നിന്ന് അങ്ങനെ നമ്മൾ ചെന്ന് അങ്ങ് അവസാനിക്കുന്ന സ്വിമ്മിംഗ് പൂളിൻ്റെ ഏരിയയിലേക്കാണ്. ഇതാ പൂളിനകത്തേക്ക് ചാടിയിട്ടുള്ള ഫുൾ വീഡിയോ ഇല്ല കേട്ടോ. വെച്ചാൽ അവിടെ നമ്മുടെ വേറെ ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ട് വീഡിയോ എടുക്കാനായിട്ട് ഒരു നിയന്ത്രണമൊക്കെ ഉണ്ട്. അപ്പോൾ അത് അവരെല്ലാവരും കയറി പോകുന്നവരെ ഞങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് ഞങ്ങൾ മാത്രം നിൽക്കുന്നൊരു വീഡിയോ ആണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. സ്വീകാർത്തി കിടക്കുന്നുണ്ട്, കുഞ്ഞിക്കിളിയുണ്ട്, കുഞ്ഞിക്കണ്ണനുണ്ട്, രാജേഷ് ബ്രോ ഉണ്ട്, ആ സൈഡിലെവിടെ ഉണ്ട്. അത് ദാമക്കുട്ടി ചെറിയ പൂളി കൊണ്ട് കിടത്താൻ പോയെന്ന് തോന്നുന്നു കേട്ടോ. ഞങ്ങളിവിടെ ഉണ്ടായിരുന്നു. ഇതിനകത്ത് ദാമക്കുട്ടി ഇറക്കിയായിരുന്നു ഞങ്ങളൊന്ന്. അങ്ങനെ ഇതാ ഒരു ചാടാൻ പോവാണ്. സ്വീകാർത്തിയും കുഞ്ഞിക്കിളി റെഡി 1 2 3 വെച്ച് കഴിഞ്ഞാൽ നേരെ ചാടുകയാണ്. ഉണ്ട്. ഇവർക്ക് ഏറ്റവും വലിയ സന്തോഷമായിരുന്നു കേട്ടോ സ്വിമ്മിംഗ് പൂളിലൊക്കെ ചാടിയിട്ടുള്ള ഈ പരിപാടി. വേണ്ട ദാമക്കുട്ടി പോയില്ല കേട്ടോ. ദാമക്കുട്ടി ഇതെവിടെ ഉണ്ട്. ആണ്ടേ രാജേഷ് ബ്രോയുടെ കയ്യിൽ ദാമക്കുട്ടി ഇരിപ്പുണ്ട് കേട്ടോ. ചെയ്യാത്തിന് നീന്തൽ പഠിപ്പിക്കാൻ നോക്കുകയാണ്. അവിടെ മുങ്ങിപ്പോവുള്ളൂ. കുറേ ട്രൈ ചെയ്ത് ഇങ്ങനെയാണല്ലോ കുറച്ചങ്ങ് പഠിപ്പിക്കാം, പഠിച്ചോളും. സ്വിമ്മിംഗ് പൂളിൽ വിട്ടത് ഭയങ്കര ഹാപ്പിയായി ഇവരെല്ലാവരും. സ്വിമ്മിംഗ് പൂളിൽ 5 മണി ആയപ്പോഴത്തേന് ക്ലോസ് ആകുന്നത് കൊണ്ട് പിന്നെ ഇവരോട്ട് കയറാൻ പറയണ്ടാവുന്നില്ല. അവർ തന്നെ വന്ന് പറഞ്ഞ് ക്ലോസ് ചെയ്യാൻ പോകണം, വേഗം കയറിക്കളാൻ പറഞ്ഞ്. അങ്ങനെ എല്ലാവരും കയറി. അങ്ങനെ അന്നത്തെ ഒരു ദിവസം നല്ല സന്തോഷമായിട്ട് അങ്ങനെ ഹാപ്പിയായിട്ട് എല്ലാവരും കൂടി വന്നു പോയി. നിങ്ങളെല്ലാവരും കാണണം കേട്ടോ. ഈ വീഡിയോ തീർക്കുകയാണ്, വൈൻഡപ്പ് ചെയ്യുകയാണ്.